ബിന്ദു വയൽശ്ശേരിയുടെ നേതൃത്വത്തിൽ 314 ദിവസമായി ആദിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂസമരം ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയെ തുടർന്ന് അവസാനിച്ചു. നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനെത്തിയ ജില്ലാ കളക്ടർ ആദിവാസി ഭൂസമര നേതാക്കളോട് ചർച്ച നടത്തി. സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം 60 ആദിവാസി കുടുംബങ്ങൾക്ക് 50 സെന്റ് ഭൂമി നൽകാം എന്ന കളക്ടർ ഉറപ്പുവരുത്തോടുകൂടിയാണ് ഭൂസമരം അവസാനിപ്പിച്ചത്. ചാലിയാർ പഞ്ചായത്തിൽ കണ്ണങ്കുണ്ടിൽ തന്നെ ആദ്യം പതിച്ചു നൽകാമെന്നും ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് തൊട്ടടുത്ത പ്രദേശമായ നെല്ലിപ്പൊയിൽ നൽകും. 50 സെന്റ് വീതം ഫ്ലോട്ടുകൾ തിരിച്ച് സർവേ നടപടികൾ വേഗത്തിലാക്കുമെന്നും സർവേ നടപടികളിൽ സമരസമിതിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും സമരസമിതിയുടെ ആവശ്യവും അധികൃതർ അംഗീകരിച്ചു. 60 കുടുംബങ്ങളുടെ പേരുകൾ അപേക്ഷ സഹിതം ITDP ഓഫീസർ മുമ്പാകെ സമരസമിതി കൈമാറും. ആദ്യഘട്ട ചർച്ച തീർന്ന ഉടനെ കളക്ടർക്ക് ഇലക്ഷൻ ആവശ്യമായ അടിയന്തര ആവശ്യത്തിന് പോകേണ്ടി വന്നു എന്നും തുടർന്ന് തഹസിൽദാറാണ് ചർച്ച നയിച്ചത്. ആവശ്യങ്ങൾ അംഗീകരിച്ച് തയ്യാറാക്കിയ രേഖയിൽ കളക്ടർ തന്നെ ഒപ്പുവെക്കണമെന്ന് സമരസമിതി നേതാക്കൾ നിർബന്ധം പിടിച്ചതിനാൽ അസ്വസ്ഥാവസ്ഥ രൂപപ്പെട്ടു. പിന്നീട് കളക്ടർ തന്നെ നേരിട്ട് സമരസമിതി നേതാക്കളോട് ഫോണിലൂടെ സംസാരിച്ച് അനിവാര്യമായ കാരണത്താലാണ് തനിക്ക് പോരേണ്ടി വന്നതെന്ന് അറിയിക്കുകയും വൈകിട്ട് 6 മണിക്ക് കളക്ടറുടെ ചേംബറിൽ വെച്ച് നേരിട്ട് ഒപ്പുവെക്കാമെന്നും വാക്ക് നൽകി. കേരളത്തിലെ പ്രമുഖ ആക്ടിവിറ്റിസ്റ്റ് ഗ്രോവാസു, സമരസമിതി നേതാക്കളായ ഗിരിദാസ് വിജയൻ, മജീദ് ചാലിയാർ, വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന്, ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടേൽ എന്നിവർ കളക്ടറിൽ എത്തി ധാരണാപ്രകാരം കളക്ടർ രേഖ കൈമാറി. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.